ഹായ് ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക്കൽ കൺട്രോൾ പാനൽ കമ്പോണൻസ് പരിചയപ്പെടുന്ന ഈ ഒരു സീരീസ് ഓഫ് വീഡിയോയുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിലേ അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേയെ കുറിച്ചാണ്. ബേസിക്കലി റിലേ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കലി അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ച് ആണ്. റിലേയുടെ വിഭാഗത്തിൽപ്പെട്ട ഇലക്ട്രോ മാഗ്നറ്റിക് റിലേയും സോളിഡ് സ്റ്റേറ്റ് റിലേ എന്ന SSR ഉണ്ടെങ്കിലും നമ്മൾ നോർമലി റിലേ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേക്കാണ് സാധാരണയായി നമ്മൾ റിലേ എന്ന് പറയുന്നത്. നമ്മുടെ ഈ വീഡിയോയിൽ റിലേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ തന്നെയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് മെക്കാനിസം വഴി പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ച് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ് റിലേ എന്ന് പറയുന്നത്. ഇനി ഒരു റിലേയുടെ വർക്കിംഗ് എങ്ങനെയെന്ന് നോക്കാനായി അതിന്റെ ഒരു റിലേയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. നമുക്ക് റിലേയുടെ പ്രധാന ഭാഗങ്ങളാണ് കോയിൽ, ആർമേച്ചർ, യോക്ക്, അതുപോലെ ഒന്നോ അതിലധികമോ സെറ്റ് ഓഫ് കോണ്ടാക്ട്. ഇതാണ് റിലേയുടെ കോയിൽ എന്ന് പറയുന്നത്. അതിലെ കോയിലിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ള രണ്ട് ടെർമിനലാണിത്. കോയിൽ സപ്ലൈ ടെർമിനൽ എന്ന് പറയുന്ന രണ്ട് ടെർമിനലാണിത്. നമുക്ക് റിലേയുടെ പുറത്തേക്ക് കിട്ടുന്ന രണ്ട് ടെർമിനലാണിത്. അതുപോലെ ഇതാണ് ഇതിന്റെ യോക്ക് എന്ന് പറയുന്ന ഭാഗം. ഇത് റിലേയുടെ ആർമേച്ചർ. ഇതാണ് സെറ്റ് ഓഫ് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ. അത് ആ സെറ്റ് ഓഫ് കോണ്ടാക്ട്സ് ആണ് ഇത്. അതിൽ ഒരു മൂവബിൾ കോണ്ടാക്റ്റും രണ്ട് ഫിക്സഡ് കോണ്ടാക്റ്റുമാണ് നമ്മൾ ഇപ്പോൾ എടുത്ത ഈ റിലേക്കുള്ളത്. ഇതിൽ ഈ മൂവബിൾ കോണ്ടാക്ടിന്റെയും ഫിക്സഡ് കോണ്ടാക്ടിന്റെയും ടെർമിനൽ നമുക്ക് പുറത്തേക്ക് എടുക്കുന്ന ടെർമിനൽ, അതിന് പറയുന്ന ആ ടെർമിനലുകളാണ് ഈ മൂവബിൾ കോണ്ടാക്ടിനെ പുറത്തേക്ക് എടുക്കുന്ന ടെർമിനലാണ് കോമൺ അഥവാ പോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിക്സഡ് കോണ്ടാക്ട് ഒന്ന് നോർമലി ക്ലോസ്ഡ് ടെർമിനലും ഒന്ന് നോർമലി ഓപ്പൺ ടെർമിനലും. ഇനി ഇതിന്റെ വർക്കിംഗ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നോർമലി ക്ലോസും നോർമലി ഓപ്പണും എന്തുകൊണ്ട് ആ പേര് വന്നു എന്നുള്ളത് നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് റിലേ എനർജൈസ് അല്ലാത്ത കണ്ടീഷൻ ആണ്. അതായത് റിലേയിലേക്ക് കോയിൽ സപ്ലൈ കൊടുക്കാത്ത ഒരു കണ്ടീഷൻ. ആ സമയത്ത് ഈ മൂവബിൾ കോണ്ടാക്ട് അഥവാ പോള് അല്ലെങ്കിൽ കോമണ് ഈ NC എന്ന് പറഞ്ഞ ടെർമിനലുമായിട്ടാണ് കണക്ഷൻ ഉള്ളത്. അതായത് നമ്മൾ ഇവിടെ എന്ത് സപ്ലൈ കൊടുക്കുന്നുവോ അത് നമുക്ക് ഈ കണക്ഷൻ വഴി നമുക്ക് NC എന്ന് പറഞ്ഞ. ഇനി ഈ റിലേക്ക് ഒരു നമ്മൾ ഈ കോയിൽ സപ്ലൈ ടെർമിനലിൽ നമ്മൾ ഒരു സപ്ലൈ കൊടുക്കുകയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു AC സപ്ലൈ ആണ്. ഇതൊരു AC റിലേ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലൊരു AC സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 110 വോൾട്ട് ACയോ അല്ലെങ്കിൽ 230 വോൾട്ട് ACയോ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയും ആ കറണ്ട് കൊണ്ട് ഇതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി ഈ യോക്ക് എന്ന് പറയുന്ന ഈ ഭാഗം ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയി മാറുകയും അതുമൂലം ഈ ആർമേച്ചറിനെ ഈ യോക്കിലേക്ക് അട്രാക്ട് ചെയ്യുകയും ചെയ്യും, ആകർഷിക്കുകയും ചെയ്യും. അങ്ങനെ ആകർഷിക്കുമ്പോൾ ഈ ആർമേച്ചർ ഇങ്ങോട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ആർമേച്ചർ ഇങ്ങോട്ട് ചലിക്കും. അപ്പോൾ ഇങ്ങോട്ട് ചലിക്കുമ്പോൾ ഈ ആർമേച്ചർ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് മുകളിലേക്ക് പൊങ്ങി കൊടുക്കും. ഈ ആർമേച്ചറിന്റെ ഈ ഭാഗം മുകളിലേക്ക് പൊങ്ങി കൊടുക്കും. ഇത് മുകളിലേക്ക് പൊങ്ങി കൊടുക്കുന്നതോടുകൂടി ഈ ഒരു മൂവബിൾ കോണ്ടാക്ട് ഇത് ജസ്റ്റ് ഇതിലൊരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യും. അതുകൊണ്ടാണ് മൂവബിൾ കോണ്ടാക്ട് എന്ന് പറയുന്നത്. അതായത് ഈ കോമൺ അല്ലെങ്കിൽ പോൾ എന്ന് പറയുന്ന ഈ മൂവബിൾ കോണ്ടാക്ട് ഇത് ഒന്ന് പൊങ്ങി കൊടുക്കുന്നതോടുകൂടി ഇതിൽ തട്ടിയിട്ട് ഇത് നോർമലി ക്ലോസ് ടെർമിനലിൽ നിന്നും കണക്ഷൻ വിട്ടിട്ട് നോർമലി ഓപ്പൺ എന്ന് പറഞ്ഞ അതിലേക്ക് കണക്ട് ആവും. അതിലേക്ക് തട്ടും, അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ കിട്ടും. അപ്പോ നമ്മൾ ഈ കോമണിൽ അല്ലെങ്കിൽ പോളിൽ കൊടുക്കുന്ന സപ്ലൈ നമുക്ക് ഇതുവഴി വന്ന് ഈ നോർമലി ഓപ്പൺ ടെർമിനലിൽ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതൊരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേ എനർജൈസ് ആവാത്ത കണ്ടീഷനിൽ ഈ കോമണിൽ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് ഈ കണക്ഷൻ വഴി കിട്ടിയിട്ട് NC യിലോട്ട് കണക്ഷൻ കിട്ടുകയും
NC ടെർമിനലിലോട്ട് കണക്ഷൻ കിട്ടുകയും അല്ലെങ്കിൽ NC ഔട്ട്പുട്ടിലോട്ട് കണക്ഷൻ കിട്ടുകയും റിലേ എനർജൈസ് ആയ കണ്ടീഷനിൽ അഥവാ കോയിൽ സപ്ലൈ കൊടുത്ത കണ്ടീഷനിൽ കോമണിൽ കൊടുക്കുന്ന സപ്ലൈ നമുക്ക് ഈ ഈ ഒരു കണക്ഷനിലൂടെ NO ടെർമിനലിലോട്ട് കണക്ഷൻ ആ കൊടുത്ത സപ്ലൈ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഇതൊരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് ഒരു റിലേയുടെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ റിലേയുടെ വർക്കിംഗ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി റിലേയുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത് അതിന്റെ കോയിൽ സപ്ലൈ വോൾട്ടേജിന് കൊടുക്കുന്ന കോയിൽ സപ്ലൈ വോൾട്ടേജിന് അനുസരിച്ചാണ്. അതായത് മെയിൻലി രണ്ട് ടൈപ്പാണ് റിലേ, ഇലക്ട്രോമാഗ്നറ്റിക് റിലേ രണ്ട് ടൈപ്പാണ് മെയിൻലി വരുന്നത്. അതാണ് AC റിലേ, DC റിലേ. AC റിലേക്ക് കോയിൽ സപ്ലൈ വോൾട്ടേജ് AC സപ്ലൈയും DC റിലേക്ക് കോയിൽ സപ്ലൈ വോൾട്ടേജ് DC സപ്ലൈയുമാണ് കൊടുക്കുന്നത്. പിന്നെ അതിൽ തന്നെ AC റിലേയിൽ നമുക്ക് സാധാരണയായി കാണുന്നത് 120 വോൾട്ട് AC റിലേ, 230 വോൾട്ട് AC റിലേകളാണ്. അതുപോലെ DC റിലേയിൽ സാധാരണയായി കാണുന്ന റിലേകളാണ് 12 വോൾട്ട് DC റിലേ, 24 വോൾട്ട് DC റിലേ. സിംഗിൾ ത്രോ റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു പോള് ഒരു NO ടെർമിനലിലേക്കോ അല്ലെങ്കിൽ ഒരു NC ടെർമിനലിലേക്കോ മാത്രമേ കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു ടെർമിനൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു NOയോ ഒരു NCയോ ടെർമിനൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സിംഗിൾ പോൾ ഡബിൾ ത്രോ റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു പോള് നമുക്ക് ഒരു NOയിലേക്കോ അല്ലെങ്കിൽ ഒരു NCയിലേക്കോ കണക്ട് ചെയ്യാം. അതിലൊരു NOയും ഒരു NCയും ഉണ്ടാവും. അതാണ് സിംഗിൾ പോൾ ഡബിൾ ത്രോ റിലേ എന്ന് പറയുന്നത്. ഇപ്പോൾ റിലേ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിലേയുടെ പ്രാക്ടിക്കൽ വീഡിയോസ് നോക്കാം. 8 റിലേ അടങ്ങുന്ന ഒരു 8 ചാനൽ റിലേ. ഇത് 24 വോൾട്ട് DC റിലേ ആണ്. ഇനി ഇതിന്റെ കോയിൽ സപ്ലൈ ടെർമിനലാണ് ഈ കാണുന്നത്. അതിൽ 1+1- എന്ന് എഴുതിയിരിക്കുന്നത് ഇതിന്റെ റിലേ 1 ഈ 8 ചാനൽ റിലേ ബോർഡിലെ റിലേ 1 കോയിൽ സപ്ലൈ ടെർമിനലും 2+2- എന്ന് എഴുതിയിരിക്കുന്നത് റിലേ 2 കോയിൽ സപ്ലൈ ടെർമിനൽ. അതുപോലെ 8 റിലേയുടെയും കോയിൽ സപ്ലൈ ടെർമിനൽ ഇതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതില് 1+ എന്ന് പറയുന്ന ടെർമിനലില് 1+24 വോൾട്ടും 1- എന്ന് പറയുന്ന ടെർമിനലില് 0 വോൾട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഈ റിലേ ഓൺ ആവുകയും റിലേ ഓൺ ആവും. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് ടെർമിനലാണ് ഈ കാണിക്കുന്നത്. ഇതിൽ ഒരു NOയും ഒരു കോമണും, ഓരോ റിലേക്കും ഒരു കോമണും ഒരു NOയും ഒരു NCയും ആണുള്ളത്. അങ്ങനെ 8 റിലേക്കും ഓരോ കോമണും ഓരോ NOയും ഓരോ NCയും ഉണ്ട്. ഇനി ഈ റിലേയില് ഏതെങ്കിലും റിലേ കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ നമുക്കത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് റിലേ ഇങ്ങനെ ഇതിൽ നിന്നും ബേസിൽ നിന്നും അല്ലെങ്കിൽ റിലേ ബോർഡിൽ നിന്നും റിലേ ഇങ്ങനെ എടുത്തു മാറ്റാവുന്നതാണ് നമുക്ക് ടെർമിനല്. അതുപോലെ മുകളിൽ കാണുന്ന 3 ടെർമിനലില് നടുക്കുള്ളത് പോള് അല്ലെങ്കിൽ കോമണ്, മുകളിലുള്ളത് NO, താഴെയുള്ളത് NC. അങ്ങനെ 5 ടെർമിനലാണ് ഈ റിലേക്കുള്ളത്. ഇതൊരു സിംഗിൾ പോൾ ഡബിൾ ത്രോ റിലേ ആണ്. ഇനി ഇതൊരു 11 പിന്നും 3 പോൾ ഡബിൾ ത്രോ റിലേ ആണ്. അതായത് 3 പോളും അതിന് 3 റിലേയില് 240 വോൾട്ട് AC എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അത് റിലേയുടെ കോയിൽ സപ്ലൈ വോൾട്ടേജ് 240 വോൾട്ട് AC എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് റിലേയുടെ കോയിൽ സപ്ലൈ വോൾട്ടേജ് 240 വോൾട്ട് AC എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ കോയിൽ ടെർമിനല് 2, 10 എന്നിവ പിൻ നമ്പർ 2, 10 എന്നിവ കോയിൽ ടെർമിനലും, പിൻ നമ്പർ 4, 5, 8 എന്നിവ NC ടെർമിനലും, പിൻ നമ്പർ 1, 6, 11 എന്നിവ കോമൺ ടെർമിനലും, പിൻ നമ്പർ 3, 7, 9 എന്നിവ കറസ്പോണ്ടിങ് NO ടെർമിനലും
ആയിട്ട് ഇതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഈ റിലേയും ഇതുപോലെ ഇതിന്റെ ബേസിൽ നിന്ന് നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. ഊരി മാറ്റുമ്പോൾ നമുക്ക് കാണാം ഇതിലെ ബേസിലും കൃത്യമായി പിൻ നമ്പറുകളും അതിന്റെ കോയിൽ ടെർമിനലുകളും എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. A1 A2 എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഇതാണ് കോയിൽ സപ്ലൈ ടെർമിനൽ. അതുപോലെ ഇതിന്റെ പിൻ നമ്പർ, ഈ റിലേയിലും പിൻ നമ്പർ കൃത്യമായി. ഇനി ഇതൊരു 24 വോൾട്ട് DC 4 പോൾ ഡബിൾ ത്രോ റിലേ ആണ്. ഇതിൽ ഇതും ഇതുപോലെ ബേസിൽ നിന്ന് ഊരി മാറ്റി നമുക്ക് ബേസ് വേണമെങ്കിലും റിലേ വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതിലും റിലേയിലും അതുപോലെ തന്നെ ഇതിന്റെ ബേസിലെ ടെർമിനലുകളിലും പിൻ നമ്പർ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. NONC എന്നുള്ളത് കൃത്യമായിട്ട് ഇതിലെ ബേസിലെ ടെർമിനലിൽ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിന് മാനുവലി, അതായത് കോയിൽ സപ്ലൈ കൊടുക്കാതെ തന്നെ മാനുവലി റിലേ ഓൺ ആക്കാനുള്ള സംവിധാനമാണ് ഈ കാണുന്നത്, നമ്മളിപ്പോ വീഡിയോയിൽ കാണുന്നത്. ഇനി ഇതിലെ മാനുവലി ഓൺ ആക്കി നോക്കുമ്പോൾ ഇതിലെ NONC ടെർമിനൽ ചേഞ്ച് ആവുന്നത് നമുക്കൊന്ന് മൾട്ടിമീറ്റർ വെച്ച് റിലേയുടെ കോമണിലും NCയിലും വെക്കുമ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുകയും NOയിലും പോളിലും വെക്കുമ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുകയും ചെയ്യുന്നില്ല. ഇപ്പോ NCയിലും കോമണിൽ വെക്കുമ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഇനി റിലേ മാനുവലി ഓൺ ആക്കുമ്പോൾ NCയും കോമണും തമ്മിലുള്ള കണ്ടിന്യൂറ്റി വിട്ടുപോകുന്നു. അത് ഓൺ ആക്കുമ്പോൾ അത് നമുക്ക് മൾട്ടിമീറ്ററിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി NOയിലെ ടെർമിനൽ ഓൺ ആക്കുമ്പോൾ NOയിൽ കണ്ടിന്യൂറ്റി കിട്ടുന്നതും ഓഫ് ആകുമ്പോൾ NOയിലെ കണ്ടിന്യൂറ്റി പോകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ MCB വഴി 230 വോൾട്ട് സപ്ലൈ റിലേയുടെ കോയിൽ ടെർമിനലിലേക്ക് കൊടുക്കുമ്പോൾ ഈ NONC ചേഞ്ച് ആവുന്നത് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണാൻ കഴിയുന്നു എന്ന് കരുതുന്നു. അതുപോലെ ഇതൊരു സ്നൈഡറിന്റെ 120 വോൾട്ട് AC റിലേ ആണ്. ഇത് നമുക്ക് ടെസ്റ്റ് ബട്ടൺ ഉണ്ട്, ഇതിലൊരു ടെസ്റ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് ബട്ടൺ അടിച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, മാനുവലി ഓണാക്കി നോക്കാവുന്നതാണ്. ഇനി ഈ റിലേ മാനുവലി ഓണാക്കി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇതിന്റെ ഈ ഒരു ഭാഗം ഇതിനൊരു തൊട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഓണാക്കി വെക്കാം. അപ്പോൾ അങ്ങനെ ഓണാക്കി വെക്കുന്ന സമയത്ത് അതിന്റെ ആ ഇൻഡിക്കേറ്ററിൽ ആ ഇൻഡിക്കേറ്ററിൽ ആ ഓറഞ്ച് ഇൻഡിക്കേഷൻ ഓൺ എന്നുള്ള ആ ഓറഞ്ച് ഇൻഡിക്കേഷൻ കാണാം. ഈ 8 ചാനൽ റിലേ ബോർഡ് 24 വോൾട്ട് DC റിലേ. ഈ 8 ചാനൽ റിലേ ബോർഡിലുള്ള റിലേ 24 വോൾട്ട് DC റിലേ ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 24 വോൾട്ട് കിട്ടാനായി നമ്മളൊരു MCB വഴി 230 വോൾട്ട് SMPSലേക്ക് കൊടുത്ത് SMPSന്റെ 24 വോൾട്ട് ഔട്ട് എടുത്തിട്ട് അതാണ് നമ്മൾ റിലേയിലേക്ക് കൊടുക്കുന്നത്. റിലേ ചെക്ക് ചെയ്യാനായിട്ട് അതാണ് ഇനി ഈ 24 വോൾട്ട് DC നമ്മുടെ 1+ ടെർമിനലിൽ കൊടുക്കുമ്പോൾ റിലേ ഓൺ ആകുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിന്റെ 1+ ടെർമിനൽ എന്ന് പറയുന്നതാണ് കോയിൽ സപ്ലൈയുടെ പ്ലസ് ടെർമിനൽ. അതിൽ കൊടുക്കുമ്പോൾ റിലേ ഓൺ ആകുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിന്റെ റിലേയുടെ ഔട്ട്പുട്ട് ടെർമിനലിൽ NO, കോമൺ, NC എന്ന് എഴുതി വെച്ചിരിക്കുന്ന ടെർമിനലുകൾ നമുക്ക് കാണാം. അത് കണ്ടിന്യൂറ്റി കാണിക്കുന്നത് ഇത് റിലേ ഓഫ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഓഫ് കണ്ടീഷനിൽ കോമണും NCയുമായിട്ട് റിലേയുടെ പ്രോബ് വെച്ച് നോക്കുമ്പോൾ കോമണും കിട്ടുന്നുണ്ടോ? കോമണും NCയുമായിട്ട് റിലേയുടെ പ്രോബ് വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, ബീറ്റ് സൗണ്ട് കിട്ടുന്നുണ്ട്. നമുക്ക് 0 ഓം റെസിസ്റ്റൻസ്
മൾട്ടിമീറ്റർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും എടുക്കുമ്പോൾ കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇനി ഇതിന്റെ അല്ല ഷോപ്പ് ഉണ്ടാവും മൾട്ടിമീറ്റർ പ്രോബ് വെച്ച് നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അത് ഓക്കെയാണ്. ഓൺ ആക്കി നോക്കി റിലേ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ റിലേ കൊടുത്ത് റിലേ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ എൻഒയും കോമണും തമ്മിൽ പ്രോബ് വെച്ച് നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണുന്നു. അതായത് റിലേ ഓക്കെയാണ്. ഇത് കിട്ടില്ല, ക്ലിയർ അല്ല. ബീപ്പ് സൗണ്ട് കിട്ടുന്നുണ്ട്. കണ്ടിന്യൂറ്റി ഡിസ്പ്ലേയിൽ 0 ഓം റെസിസ്റ്റൻസും കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി സൂം ചെയ്തിട്ടോ. ഇനി പ്രോബ് എടുത്ത് നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രോബ് വെക്കുമ്പോൾ തിരിച്ച് കണ്ടിന്യൂറ്റി കിട്ടുന്നു, ബീപ്പ് സൗണ്ടും കിട്ടുന്നു. പ്രോബ് എടുക്കുമ്പോൾ കണ്ടിന്യൂറ്റി പോകുന്നു. അപ്പോൾ ഈ ഒരു റിലേ ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ റിലേയെ കുറിച്ച് കുറച്ചെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റിലേറ്റഡ് വീഡിയോ മലയാളത്തിൽ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റിലേറ്റഡ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.